ദുർനടപ്പാചരിക്കുവാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ഒരാൾ മറ്റൊരാളുടെ വ്യക്തിത്വത്തിലേക്കോ സ്ഥാനത്തിലേക്കോ അതിക്രമിച്ച് കടക്കുകയാണ്. നിയമപ്രകാരം വിവാഹബന്ധത്തിൽ ഒന്നായിത്തീർന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിലല്ലാതെയുള്ള എല്ലാ ലൈംഗിക ബന്ധപ്പെടലുകളും പാപമാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ജീവസന്ദേശം ക്ലാസ്സിലേക്ക് സ്വാഗതം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹ ജീവിതത്തിനും അതിൻ്റെ പവിത്രതയ്ക്കും വലിയ മൂല്യം കൽപ്പിച്ചിരുന്ന സംസ്കാരം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ അതിരുകൾ നഷ്ടപ്പെട്ട ലോകബന്ധം അതിന് മാറ്റം വരുത്തിയിരിക്കുന്നു. ഏതോ ചെളിക്കുണ്ടിൽ അവസാനിക്കുവാനായി നൂലറ്റുപോയ പട്ടം പോലെ ജീവിതങ്ങൾ ആടിക്കളിക്കുകയാണ്. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉപദേശങ്ങളുമൊക്കെ മനുഷ്യനെ അസ്വസ്ഥനാക്കുകയാണ്. ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളോട് എതിർക്കുവാൻ കഴിയാതെ നിയമവും നിയമവാഴ്ചകളുമൊക്കെ നിസ്സഹായരായി നിൽക്കുകയാണ്. എന്നാൽ ഇത് ദൈവത്തോടും ദൈവത്തിൻ്റെ വ്യവസ്ഥകളോടുമുള്ള മത്സരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 24 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 27 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇന്ന് സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. ലൈംഗിക പാപങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് നാം ഇവിടെ കാണുകയാണ്. നമ്മുടെ സമകാലിക സമൂഹത്തിലെ വലിയ പാപത്തിലേക്കാണ് ഇപ്പോൾ ശലോമോൻ വിരൽ ചൂണ്ടുന്നത്. ലൈംഗിക പാപങ്ങൾ. മുന്നറിയിപ്പ് വീണ്ടും പരസ്ത്രീയെ സംബന്ധിക്കുന്നതാണ്, വേശ്യാസ്ത്രീ. അതിനേക്കാളുമേറെ ഒരു യുവാവിൻ്റെ ജീവിതത്തെ തകർക്കുവാൻ ഉതകുന്നതാണ് ഈ പാപം. ലൈംഗിക പാപങ്ങൾ നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ പാപങ്ങളാണ്. വ്യഭിചാര സംബന്ധമായി മൂലം മുഴുവനായി തകർക്കപ്പെട്ട ജീവിതങ്ങളുടെ എണ്ണം കണക്ക് കൂട്ടുവാൻ ആരാലും കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എത്രയെത്ര വിവാഹ ബന്ധങ്ങളാണ് ഈ പാപത്താൽ തകർന്നത്. സിനിമകളും നോവലുകളും പ്രചാരത്തിലിരിക്കുന്ന പല ഗാനങ്ങളുമെല്ലാം ഇതേ വിഷയമാണ് പറയുന്നത്. ഒട്ടുമുക്കാലും ലൈംഗിക പാപത്തെക്കുറിച്ചല്ല, അത് ചെയ്യുവാൻ കഴിയുന്ന വളഞ്ഞ വഴികളെക്കുറിച്ചാകുന്നു വിവരിക്കുന്നത് എന്ന് മാത്രം. അങ്ങനെ കുടുംബങ്ങൾ തകരുന്നു, കുട്ടികൾ അനാഥരാകുന്നു, ഹൃദയങ്ങൾ തകർന്ന മനുഷ്യർ ആശ്വാസത്തിനായി തേടി നടക്കുന്നു. അതെ, ലോകത്തിന് ബന്ധങ്ങളെ ഉറപ്പിക്കുവാനല്ല, തകർക്കുവാൻ മാത്രമാണ് കഴിയുന്നത് എന്ന് മറക്കരുത്. സദൃശവാക്യത്തിന് ഇതേക്കുറിച്ച് വളരെയേറെ പറയുവാനുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ ഒന്ന് ആദ്യം നമുക്ക് വായിക്കാം. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്, അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. യുവാവ് തൻ്റെ ഹൃദയത്തിൽ ഈ പരസ്ത്രീയുടെ സൗന്ദര്യത്തെ മോഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ ആ കാര്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് നാം അവിടെ പഠിച്ചു. അവളുടെ വശീകരണത്തിൽ നിന്നും ചക്കരവാക്കുകളിൽ നിന്നും സൗന്ദര്യത്തിൽ നിന്നും കണ്ണിമയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാൻ യുവാവിനെ ഗുണദോഷിക്കുന്നത് ശ്രദ്ധിക്കുക. യേശു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളിൽ പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നത്രേ.
പാപത്തിൻ്റെ ചിന്തകളെല്ലാം ആരംഭിക്കുന്നത് മനുഷ്യ ഹൃദയത്തിൽ നിന്നുമാണ്. ഇനിയും 26 വാക്യം നോക്കിക്കാട്ടെ. 6 അധ്യായത്തിൻ്റെ 26 വാക്യം. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും, വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. എത്രയെത്ര മനുഷ്യർ ഈ പറഞ്ഞതുപോലെ നശിച്ചിരിക്കുന്നു, എത്രയെത്ര കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. ലജ്ജ കൊണ്ട് മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്ര പേർ എത്തിയിരിക്കുന്നു. എല്ലാം ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ്. എത്ര വലിയ നാശം വിതയ്ക്കുന്നു എന്നോർക്കണം. വേശ്യാസ്ത്രീയുടെ അടുത്ത് പോകുന്നതിനാൽ പണം നഷ്ടപ്പെടുന്നു എന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. പണത്തേക്കാൾ വിലപ്പെട്ടത് എന്തെല്ലാമാണ് തകരുന്നത്. ഒരു വിധത്തിലും ഈ പാപത്തിൽ ചെന്ന് ചാടുവാൻ ഇടയാകരുത്. ആരംഭത്തിലെ ആകർഷണം പിന്നെ കയ്പായിത്തീരുന്ന അനുഭവം. തുടർന്ന് ചില ചോദ്യങ്ങൾ ശലോമോൻ ചോദിക്കുന്നു, വ്യക്തമായ ചോദ്യങ്ങൾ. 27 വാക്യം. ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്, അല്ലേ? ഞാൻ മറുപടി പറയണോ? നിങ്ങൾക്കറിയാം. 28 വാക്യത്തിൽ നാം കാണുന്നത്, ഒരുത്തന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? ഉത്തരം വ്യക്തമാണല്ലോ. ഇതിന് ശ്രമിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല എന്നാണ് പറയുന്നത്. ശ്രമിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. 29 വാക്യത്തിൽ നാം കാണുന്നത്, കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ, അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കയില്ല. ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തെന്നാൽ അവൻ നിരപരാധിയല്ല, അവൻ ഉപാധി ഒന്നുമില്ല. ഇനിയും ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചേ. 30 വാക്യത്തിൽ, കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. ഒരു മനുഷ്യന് വിശന്നതുകൊണ്ട് അവൻ മോഷ്ടിച്ചെന്നാൽ നമ്മുടെ സഹതാപം അവനോടുണ്ടാകും. ആർക്കും അങ്ങനെ ഒരുവനോട് അലിവ് തോന്നും. അത് അവൻ്റെ തൊഴിലല്ല എന്ന് നാം കാണുമ്പോൾ അവനോട് നാം സഹതപിക്കും. എന്നാൽ അത് തൊഴിലാക്കിയവനോട് ആരും സഹതപിക്കുകയില്ല. 31 വാക്യത്തിൽ നാം കാണുന്നു, അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം, തൻ്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. എന്തെങ്കിലും കൊടുത്ത് പകരം വീട്ടാമെന്നാണ് ഇവിടെ പറയുന്നത്. 32 വാക്യം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. എത്ര വ്യക്തമായ മുന്നറിയിപ്പ്. അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. ഇത് കരുതിക്കുട്ടി ചെയ്യുന്നതാണ്. ഒഴിഞ്ഞു മാറുവാൻ അവസരം ഉണ്ടായിട്ടും അതിനുള്ള ഗുണദോഷം വ്യക്തമായി അറിഞ്ഞിരുന്നിട്ടും ഇടിച്ചു കയറി ചെയ്തതാണ് സ്വന്തം പരിശ്രമം. അതുകൊണ്ടാണ് ഇത് വലിയ പാപമായി പറഞ്ഞിരിക്കുന്നത്. 33 വാക്യത്തിൽ, പ്രഹരവും അപമാനവും അവന് ലഭിക്കും, അവൻ്റെ നിന്ന മാഞ്ഞു പോകുകയുമില്ല. അവൻ്റെ ആത്മാവിലും ജീവിതത്തിലും പാടുണ്ടാക്കുന്ന കാര്യമാണിത്. മായാത്ത പാട്, മായിച്ച് കളയാവുന്ന വിഷയമല്ലത്. അത് ചെയ്യുന്നവൻ ബുദ്ധിഹീനൻ എന്നത്രേ ദൈവവചനം പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ കുടുംബത്തെ തകർക്കും, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കും. അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് കെട്ടിവെപ്പുണ്ടാക്കുന്നവരാണ് അങ്ങനെയുള്ളവർ. 34-35 വാക്യങ്ങൾ. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. വ്യഭിചാരത്തിൽ നിന്നും ഏതെല്ലാം വിധത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും ഇതിന് ഉപാധി നിരത്തി ഇതിൽ തുടരുന്നത് ബുദ്ധിയല്ല സുഹൃത്തെ. താങ്കൾ ജീവിതത്തെ ആസ്വദിക്കുകയല്ല, മായാത്ത പാടുണ്ടാക്കി, പാടല്ല വ്രണമുണ്ടാക്കി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിധത്തിലും ഈ പാപത്തിൽ വീഴുവാൻ ഇടയാകരുത്. ഈ പാപത്തെ വെറുക്കുക. ദൈവം ഇതിനെ വെറുക്കുന്നു. ഈ പാപത്തോട് വെറുപ്പുണ്ടാകാത്തിടത്തോളം കാലം നമുക്കിതിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ സാധിക്കില്ല. പിശാച് ഈ കാര്യത്തിൽ മനുഷ്യനെ വീഴിക്കുവാൻ എല്ലാ കെണിയും ഒരുക്കി കാത്തിരിക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേക്കുറിച്ച് നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുമില്ലേ? ഓർക്കുക, എൻ്റെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നെപ്പോഴും ഓർക്കുക. എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ സ്നേഹിക്കുന്ന ദൈവം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും അത് വെറുക്കണം.
ഈ വെറുപ്പ് നമ്മിൽ ഉണ്ടാകാത്തിടത്തോളം കാലം അതിനോടുള്ള ആകർഷണം കുറയുകയില്ല, വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. കാരണം അതുപോലൊരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് സന്തോഷത്തോടുകൂടെ ജീവിക്കണം. അതാണ് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇല്ല എങ്കിൽ കുറ്റബോധം എപ്പോഴും കാർന്നു തിന്നുകൊണ്ടിരിക്കും. നാം ഒരിക്കലും അതിനനുവദിക്കരുത്. താങ്കളുടെ ജീവിതത്തെ ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി സമർപ്പിക്കുമോ? ദൈവം വെറുക്കുന്ന ഈ ദുർനടപ്പ് പോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ദോഷമായ കാര്യങ്ങളാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ചെറിയ ആയുസ്സിന് നന്മയായിട്ടുള്ളതാണ്. അത് നാമും ആഗ്രഹിച്ചിഷ്ടപ്പെട്ടാൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം മറ്റാർക്കും ദോഷമൊന്നുമില്ലാത്തതാണെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കളും അങ്ങനെ അനേകരെ നേരിട്ടു എന്ന് വന്നേക്കാം. ലൈംഗിക പാപങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവകൽപ്പന ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും ഈ പറഞ്ഞ വാദം അനേകരും അധികമായി ഉന്നയിക്കാറുള്ളത്. ഞാൻ എൻ്റെ തലയിലല്ല ചിന്തിച്ചത്, ആർക്കും ദോഷമൊന്നുമില്ലല്ലോ എന്നുള്ള വാദം. അതല്ല എങ്കിൽ ഈ ലൈംഗിക കർമ്മത്തിൽ ഏർപ്പെട്ടവർക്ക് സമ്മതമാണല്ലോ, അപ്പോൾ പിന്നെ അത് എങ്ങനെ പാപമാകുവാനാണ് എന്നുള്ള ചോദ്യം. എന്നാൽ സുഹൃത്തെ, വാസ്തവത്തിൽ എല്ലായ്പ്പോഴും ആർക്കെങ്കിലും മുറിവേൽക്കുന്നുണ്ട് എന്ന് മറക്കരുത്. ഓരോ പാപവും ആരെയെങ്കിലും മുറിവേൽപ്പിക്കുന്നതാണ്. ദൈവകൽപ്പനകളെ ലംഘിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട്. ദൈവകൽപ്പനകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ വിലക്കുന്നില്ല. ശരിയായ രസങ്ങൾ അത് കളയുന്നില്ല. നാം ബുദ്ധികെട്ട പ്രവർത്തനങ്ങളിലൂടെ നമ്മെ നശിപ്പിക്കുകയോ ദൈവത്തിൻ്റെ മുൻപിൽ കയറി ഓടുന്നതിനെയോ ആകുന്നു വാസ്തവത്തിൽ അത് വിലക്കുന്നത്. ഇവിടെ ഇതാ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എത്ര നല്ല ഉപദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ നാം ആദ്യം കണ്ടു. അതിനുശേഷം ഒരു യുവാവിനെ തെറ്റായ വഴികളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകമായി പരസ്ത്രീയെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. 7-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിലെ വിഷയം തുടരുന്നതാണ് നാം കാണുന്നത്. അതും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തെറ്റായ വഴികളിൽ പോകുന്ന സ്ത്രീയെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിലെ ചിന്ത. ഒരു യുവാവിനെ നശിപ്പിക്കുവാൻ അങ്ങനെ ഒരു സ്ത്രീ മതി. 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോടെ നീ എൻ്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അത്രയും പറഞ്ഞതിന് ശേഷം ഇനി വിഷയത്തിലേക്ക് ശലോമോൻ പ്രവേശിക്കുകയാണ്. 5-ാം വാക്യം. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഒരു ഉദാഹരണം വാസ്തവത്തിൽ എടുക്കുകയാണ് ഇവിടെ ശലോമോൻ ചെയ്യുന്നത്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിൻ്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്ന് ചെല്ലുന്നു. യുവാവ് തെറ്റായ തെരുവിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ്. അതത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10-ാം വാക്യം. പെട്ടെന്നിതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ഇപ്പോൾ അവളെ വീഥിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അവൾ മതഭക്തയാകുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാലും, മതഭക്ത, ദൈവഭക്തയല്ല.
താൻ ദൈവവുമായി ശരിയായ ബന്ധത്തിലാകുന്നു എന്ന് ആ യുവാവിനെ അവൾ വിശ്വസിപ്പിക്കുന്നു. ഇതൊരു വലിയ കണിയാകുന്നു, മറന്നു പോകരുത്. എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന്, ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു എന്ന് അവൾ പറയുന്നു. നോക്കണേ, പാപത്തിലേക്ക് വശീകരിക്കുവാനും ഭക്തിയുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇന്ന് അനേകരും ഈ വഴിയിലാണ് തെറ്റ് ചെയ്യുന്നത്. ഭക്തി നിർഭരമായ വാക്കുകൾ കൊണ്ട് തങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല എന്ന് തോന്നിക്കുമാറ് കാര്യങ്ങളെ മറയ്ക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തെപ്പോലും അവർ ഈ വക തെറ്റിന് കൂട്ടുപിടിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ തെറ്റായി ഞാൻ കാണുന്നത്. അനേകരും മറ്റുള്ളവരെ വലിച്ചിഴയ്ക്കുന്നത് ഇതുപോലെയുള്ള മാർഗങ്ങളിലൂടെയാണ്. ഇനി 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 15-ാം വാക്യം, അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു, നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നിന്നെ മാത്രം തേടുകയായിരുന്നു. ഏതായാലും ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതത്ര ഇവൾ പറയുന്നത്. എത്ര തെറ്റിപ്പിക്കുന്നതായ വാക്കുകളില്ലേ. ഇനി 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവതാനികളും മിസ്രൈമ്യ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു, പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, പൗർണമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. എത്ര ഭയങ്കര കെണിയാണ് ഈ സ്ത്രീ ഇവിടെ ഒരുക്കുന്നത്. തൻ്റെ ഭർത്താവ് വീട്ടിലില്ല എന്ന് അവൾ യുവാവിന് ഉറപ്പുവരുത്തി കൊടുക്കുന്നു. സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇതൊരു ഉദാഹരണം പോലെ പറഞ്ഞിരിക്കുകയാണ്. 21 മുതലുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു, അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും, പക്ഷി ജീവഹാനിക്കുള്ളതെന്തെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും, കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. എത്ര ഭയാനകമായൊരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. തുടർന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. 24 മുതൽ, ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിൻ്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും വരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. എത്ര നല്ല ഉപദേശമല്ലേ. പലരും ഈ സത്യം അറിഞ്ഞിട്ടും ഇത് അറിയാത്തതുപോലെ ഏറ്റവും വലിയ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മുന്നറിയിപ്പ് അക്ഷരികമായി എടുക്കേണ്ടതുണ്ട് സുഹൃത്തെ. അതുമാത്രമല്ല, ഇതിൽ താങ്കൾക്കും എനിക്കും ചേരുന്ന ഒരു ആത്മീയ അർത്ഥവുമുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ആത്മീയ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അക്ഷരിക അർത്ഥം മറന്നു കളയുവാനല്ല. ആത്മീക വ്യഭിചാരത്തെക്കുറിച്ച് തിരുവചനത്തിൽ വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജനം തന്നെ വിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴൊക്കെ ദൈവം അതിന് വ്യഭിചാരം, പരസംഗം എന്നൊക്കെയാണ് വിളിച്ചത്. വിഗ്രഹാരാധനയിൽ അവർ മുഴുകി, അവരെ അടിമകളാക്കുകയും ചെയ്തു. അവർ ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും അകലെപ്പോയി. അവർ അവനോട് ചേരേണ്ടതായിരുന്നു, എന്നാൽ അവനിൽ നിന്നും അവർ അകന്നകന്നു പോയി. അവർ വാസ്തവത്തിൽ വേശ്യാവൃത്തി ചെയ്യുകയായിരുന്നു. അവർ അവരോട് അവിശ്വസ്തരും സത്യമില്ലാത്തവരും ആകുകയായിരുന്നു. അതത്രേ ആത്മീയ വ്യഭിചാരം. ഇന്ന് നമുക്ക് വളരെയേറെ പാഷാണ മതങ്ങൾ, അതായത് കൾട്ടുകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, എല്ലാ പ്രകാരത്തിലുമുള്ള തെറ്റായ വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. കൂണഴിക്കുന്നത് പോലെ ഇതിന്ന് എഴിച്ചു വരികയാണ്. അധികം ഭക്തി പറഞ്ഞും ഭക്തി നടിച്ചും വരുന്നവരെ അല്പം അധികം നാം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. എങ്ങനെയെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലേക്ക് മനുഷ്യരെ വലിച്ചിഴയ്ക്കുവാൻ എന്തും പറയുന്ന ഈ കൂട്ടർ, ഇവരുടെ നേതാക്കന്മാരാണ് ഭയങ്കര കള്ളന്മാർ. പാവം ജനങ്ങളിൽ നല്ല പങ്കും തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കെണി അറിയാതെ തത്ത പറയുന്നത് പോലെ നേതാക്കന്മാരെ അനുകരിക്കുകയാണ്. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്തവരും
രക്ഷയ്ക്കായി ക്രിസ്തുവിലെ വിശ്വാസം മാത്രം പോരാ എന്ന് പഠിപ്പിക്കുന്നവരും ദൈവവചനത്തിൻ്റെ അപ്രമാദിത്വത്തിലും ദൈവാത്മപ്രേരിതയിലും വിശ്വസിക്കാത്തവരും, അങ്ങനെ അനേകം ആത്മീയ വ്യഭിചാരികൾ. പല ഭാഗങ്ങളും പഠിപ്പിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന കത്തുകളും മെയിലുകളും വിചിത്രമാണ്. തങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന തെറ്റിനെ ആരെങ്കിലും തിരുത്തിയാൽ ഉണ്ടാകുന്ന കോപം ഭയങ്കരമാണില്ലേ? അനേകരും മുഴുവൻ കേൾക്കാതെ പ്രതികരിക്കുന്നത് കാണാവുന്നതാണ്. മുൻവിധിയാണ് അനേകരുടെയും ഏറ്റവും വലിയ പ്രശ്നം. ഏതൊക്കെ കർമ്മങ്ങളാണ് രക്ഷപൂർണ്ണമാകുവാൻ ആവശ്യമായിരിക്കുന്നത്, ഏത് സഭയിലാണ് ചേരേണ്ടത് എന്നൊക്കെ തുറന്നു പറയാത്തതാണ് പലരുടെയും എന്നോടുള്ള ദേഷ്യം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യൻ എന്തെല്ലാം കാട്ടിയാൽ വിശേഷമെന്ത്? നമുക്ക് ആവശ്യം ക്രിസ്തുവിനെയാണ്. താങ്കൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്തിലും അധികം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആരും താങ്കളെ വഴിതെറ്റിക്കരുത്. ആ മുഖസ്തുതി പറയുന്ന കൂട്ടരൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ. വീട്ടിൽ വന്നാൽ അച്ചായനോടും അമ്മാമ്മയോടും എന്തൊരു സ്നേഹമാണെന്നറിയാമോ? ഈ വഴിയരികിൽ കണ്ട സ്ത്രീ പറഞ്ഞതുപോലെ ഇമ്പവാക്കുകൾ അല്ലാതെ എന്താണ്? കൈ നിറയെ ലഘുലേഖകളുമായി അവർ തങ്ങളുടെ വാതിൽ മുട്ടുന്നു. എന്തൊരു തീഷ്ണത! അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വിടില്ല. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടത്തെക്കുറിച്ച് 2 പേർ എന്നോട് പറഞ്ഞു, മുഴുവൻ യുവാക്കളാകുന്നു. ഈ ജീവസന്ദേശം ക്രമമായി കേൾക്കുന്ന ഒരു ദമ്പതികളെ അവർ കണ്ടുമുട്ടി. അവരുടെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചു. ഈ പറഞ്ഞ ഭർത്താവ് രാവിലെ നടക്കുവാൻ പോകും. അതറിഞ്ഞ് ഈ കൂട്ടത്തിലെ യുവാവ് ഒരാൾ കൂടെ നടക്കുവാൻ ചെല്ലും. ആ സമയം യുവതി വീട്ടിലിരിക്കുന്ന ഭാര്യയോട് ഗുണദോഷം പറയുവാൻ ചെല്ലും. ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവരെ ഓടിച്ചു വിട്ടു. അല്ലാതെ എന്ത് ചെയ്യാനാ? ആത്മീയരാണെങ്കിൽ ഒരു അടുപ്പം തോന്നും. ആ ആത്മീയ വേശ്യ നമ്മുടെ ചുറ്റും ഇന്നുമുണ്ട്. അവളുടെ പ്രമാണത്തിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുവാൻ അവൾ ശ്രമിക്കുകയാണ്. വീട്ടിലേക്ക് റേഡിയോയിലൂടെയും TV-യിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവർ വരും. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയാണ് അവളെ അനുഗമിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം. കർത്താവായ യേശുക്രിസ്തുവിൽ കുറഞ്ഞ യാതൊന്നിലും നാം മനസ്സ് വെക്കരുത്. അങ്ങനെ ഇവിടെ നമുക്ക് 2 പാഠം പഠിക്കുവാനുണ്ട്. ഒരു യുവാവ് അകപ്പെടാവുന്ന കെണിയും ഒരു ആത്മീയൻ വീഴാവുന്ന ആത്മീയ വേശ്യാവൃത്തിയും. രണ്ടും ഒരുപോലെ ആപത്താണ്. അതിൽ വീഴുന്നവനെ നശിപ്പിക്കുന്ന കെണിയാകുന്നു അത്, മറന്നു പോകരുത്. എത്ര വലിയ പാഠങ്ങളാണ് സദൃശവാക്യ പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. അത് ശ്രദ്ധിച്ചു പഠിച്ച് കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം വെറുക്കുന്നവയെ വെറുക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, കാത്തു പരിപാലിക്കട്ടെ. മനുഷ്യരെ ദൈവക്രോധത്തിൻ്റെ പാത്രങ്ങളാക്കി തീർക്കാവുന്ന പാപത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിച്ചത്. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കുമെന്ന് ദൈവവചനം മുന്നറിയിപ്പ് തരുന്നു. ദുർനടപ്പ് ഉണ്ടാകാതിരിക്കാൻ ദൈവം മനുഷ്യന് നൽകിയ വിശുദ്ധമായ വ്യവസ്ഥയാണ് ഓരോരുത്തനും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നു. ദൈവത്തോട് പാപം ചെയ്യാതെ ജോസഫിനെ പോലെ ദുർനടപ്പ് വിട്ട് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്യന്തികമായ വിജയം ദൈവത്തിനുള്ളതാകയാൽ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം, പാപത്തോട് പോരാടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.